ഓക്കെ, ഇന്ന് നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ടഫാണ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. അത് നമുക്ക് സിമ്പിളായി ചെയ്തു നോക്കാം. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് 134 മീൻസ് ഗുഡ് ആൻഡ് ടേസ്റ്റി, 478 മീൻസ് സി ഗുഡ് പിക്ചേഴ്സ് ആൻഡ് 729 മീൻസ് പിക്ചേഴ്സ് ആർ ഫെയിന്റ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിജിറ്റ് സ്റ്റാൻഡ് ഫോർ സി? അപ്പൊ സീന് ഏത് ഡിജിറ്റ് ആണ് വരുന്നത് എന്നാണ് നമുക്ക് ചോദിച്ച ചോദ്യം, നമ്മളോട് ചോദിച്ച ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ, ഒന്നുമില്ല, ഏത് ലെറ്റർ ആണ് സിക്ക് വേണ്ടി കോഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് നോക്കേണ്ടത്. 9 ആണോ, 2 ആണോ, 1 ആണോ, 8 ആണോ, എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള എന്താ, ഗുഡ് ആൻഡ് ടേസ്റ്റ്. ഇവിടെ ഗുഡ് ആൻഡ് ടേസ്റ്റിക്ക് 134 വന്നിട്ടുണ്ടോ. അടുത്തത് സി ഗുഡ് പിക്ചേഴ്സ്, ഇതിനെ കോഡ് ചെയ്തേക്കുന്ന എന്താണ്, 478. ഓക്കെ, അപ്പൊ നമ്മൾ ഈ രണ്ട് സാധനത്തിനെയും എന്ത് ചെയ്തു, സ്പെസിഫൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും, ഈ രണ്ടിലും ആരുണ്ട്, ഗുഡ് ഉണ്ട്. ഓക്കെ, ഇതിലും ഗുഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ആൾക്കാരിലും കോമൺ ആയിട്ട് ആരുണ്ട്, ഗുഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, 1 3 4 4 7 8. ഇതാണ്ട് ഈ 1 3 4 4 7 8. ഓക്കെ, അപ്പൊ അതില് കോമൺ ആയിട്ട് വരുന്ന ആളാരാ, അതില് കോമൺ ആയിട്ട് വരുന്ന ആള് 4 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഐഡന്റിഫൈ ചെയ്യാം, ഗുഡ് എന്ന് വെച്ചാൽ എന്താണ്, ഗുഡ് മീൻസ് ഗുഡിനെ കോഡ് ചെയ്തേക്കുന്ന 4 ആണെന്ന് ഇവിടുന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഗുഡിനെ കോഡ് ചെയ്തേക്കുന്ന എന്താണ്, 4 എന്നാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത രണ്ടാൾക്കാരെ എടുക്കാം. അടുത്ത തൊട്ട് താഴെയുള്ള രണ്ടാൾക്കാരെ നമുക്കൊന്ന് എടുത്തു നോക്കാം. സി ഗുഡ് പിക്ചേഴ്സ്, പിക്ചേഴ്സ് ആർ ഫെയിൻ. ഇവിടെ രണ്ടും കോമൺ ആയിട്ട് ആരുണ്ട്, പിക്ചേഴ്സ് ഉണ്ട്. ഓക്കെ, പിക്ചേഴ്സ് ഇല്ലേ കോമൺ ആയിട്ട്. അപ്പൊ നമുക്ക് നോക്കാം, അടുത്ത 478ഉം 729ഉം എടുക്കാം. ഇതില് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആളാരാ, ഇവിടെ രണ്ടിലും പിക്ചേഴ്സ് ഉണ്ട്. സോ ഇവിടെയും 7 ഉണ്ട്, ഇതിലും 7 ഉണ്ട്. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാം, എന്താണ്, പിക്ചേഴ്സിനെ കോഡ് ചെയ്തേക്കുന്ന എന്താണ്, പിക്ചേഴ്സിനെ കോഡ് ചെയ്തേക്കുന്ന 7 ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്തോ മനസ്സിലാക്കാം, ഇവിടുത്തെ ഗുഡിനെ നമുക്ക് കിട്ടി. ഗുഡ് എത്രയാണെന്ന് കിട്ടി, ഗുഡ് 4 ആണെന്ന് കിട്ടി, പിക്ചേഴ്സ് 7 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സി ഇവിടെ ബാക്കി ഇരിക്കുന്ന ആളാരാ, 8. സോ സിക്ക് വരുന്ന ആൻസർ എന്താണ്, സോ ദെയർഫോർ സി നമുക്ക് എങ്ങനെ കിട്ടി, 8 എന്ന് കിട്ടി. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയല്ലോ, ആൻസർ കിട്ടിയല്ലോ. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ?